ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. കുറച്ച് ദിവസത്തെ ഗ്യാപ്പിന് ശേഷം ഇതാ വീണ്ടും വന്നിട്ടുണ്ട്. ഓരോ തിരക്കിലെല്ലാം ആയിപ്പോയി കേട്ടോ. ഇന്ന് 1-2 ദിവസത്തെ വിശേഷങ്ങളെല്ലാം കേട്ടോ. ഒരുപാട് ഷൂട്ട് ചെയ്യണമെന്നും അങ്ങനെയെല്ലാം വിചാരിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്, എപ്പോഴും പറയുന്ന പോലെ തന്നെ. എന്നാലും നിങ്ങൾ കണ്ടു നോക്ക്. കണ്ട് ഇഷ്ടമാവുമെങ്കിൽ ലൈക്ക് ചെയ്ത്, പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് നമ്മൾ 1-2 ആവശ്യങ്ങൾക്കായിട്ട് പുറത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഞാനും റുഫൈസി ഹംദിയാന്നുള്ളത്. അങ്ങനെ പിന്നെ ഇതെന്താണെന്ന് വെച്ചാൽ, ഋഷി എനിക്ക് ഹെഡ്സെറ്റ് കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ആദ്യം പോയി വാങ്ങിയിട്ടുണ്ട്. പിന്നെ നേരെ പോയത് ഈ മെറ്റീരിയൽ ഉണ്ടാകുന്ന ഷോപ്പിലെ പരാഗ്, അവിടേക്കാണ് കേട്ടോ. എനിക്ക് അവിടുന്ന് ഇതുപോലെ ഒരു തുണിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. എന്തിനാ ഏതാന്നൊക്കെ ഞാൻ പിന്നെ പറയാം കേട്ടോ. അടുത്ത വീഡിയോയിലായിട്ട് പറയാം. അങ്ങനെ കുറേ നോക്കിയിട്ട് ഫൈനൽ ഒന്ന് സെലക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടുന്ന് റുഫൈസാക്കി ഇതുപോലുള്ള ടോപ്പിൻ്റെ തുണി ഉണ്ടാവില്ലേ, അങ്ങനെ അത് കുറേ നോക്കിയിട്ടാ. ഇതിൽ നിന്ന് 3 സെലക്ട് ചെയ്തിട്ടുണ്ട്. നല്ല രസമുണ്ട്. ആ റെഡെല്ലാം എനിക്ക് നല്ലപോലെ ഇഷ്ടമായിട്ടുണ്ട്. അങ്ങനെ അവിടുത്തെ പരിപാടി കഴിഞ്ഞ് പിന്നെ നേരെ പോയത് ലൂണക്ക് ഫുഡ് വാങ്ങാനാണ്. ഫുഡ് വാങ്ങണം, പിന്നെ സിപ്പപ്പ്, അങ്ങനെ കുറച്ച് സംഭവമെല്ലാം വാങ്ങാനുണ്ട്. എല്ലാം പറയുന്ന കേൾക്കുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യുന്ന പരിപാടിയാണെന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല. നമ്മൾ 12 മണിക്ക് പോയിട്ട് ഒരു 5 മണിയെല്ലാം കഴിഞ്ഞിട്ടാണ് കേട്ടോ തിരിച്ച് വീട്ടിലേക്ക് എത്തിയിട്ടുള്ള. നല്ല ലേറ്റായിന്. കുറേ പരിപാടി ഉണ്ടായിരുന്നു നമുക്ക്. അങ്ങനെ ഉച്ചക്ക് ഫുഡ് കഴിക്കാത്തതുകൊണ്ട് നല്ല വിശപ്പുണ്ട്. ഓരോ ഷവർമ വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കേൾക്കാൻ വേണ്ടിയെന്ന് പറഞ്ഞ് അങ്ങനെ അതും വാങ്ങിയിട്ട് പിന്നെ വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങിയിട്ട് നേരെ വീട്ടിലേക്ക് പോക്കാന്ന്. പിന്നെ ഞാൻ വീട്ടിലെത്തിയിട്ട് അത് ഓപ്പൺ ചെയ്ത് കാണിച്ചിരുന്നു കേട്ടോ. ഇതാണ് സംഭവം. ഇതെനിക്ക് അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. പിന്നെ വീട്ടിലെത്തിയിട്ട് കാര്യമായിട്ട് വീഡിയോസൊന്നും എടുത്തിട്ടില്ല. ഉള്ള വെയിൽ മൊത്തം കൊണ്ടിട്ട് നല്ല ക്ഷീണേനു കേട്ടോ, ടയേർഡായിനു. പിന്നെ വീഡിയോസൊന്നും എടുത്തിട്ടില്ല. പിന്നെ അന്ന് രാത്രിക്ക് തന്നെ പ്രതീക്ഷിക്കാണ്ട് ഒന്ന് പുറത്ത് പോകേണ്ട ആവശ്യം വന്ന് റുഫൈസ് തിരിച്ച് പോക്കാന്ന് കേട്ടോ. അവളെ വീട്ടിലേക്ക് കൊണ്ടുവിടാനുണ്ട്. പിന്നെ 1-2 ആവശ്യത്തിനായിട്ട് വേറെയും പുറത്തിറങ്ങി. അങ്ങനെ ഫുഡൊക്കെ പുറത്തുനിന്നാണ് കഴിച്ചിട്ടുള്ളത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഇത് ഞാൻ സ്കൂളുള്ള ഒരു ദിവസം ഷൂട്ട് ചെയ്യുന്നതാണ് കേട്ടോ. രാവിലെ തന്നെ ഒരു 8:30 ആ ഒരു ടൈമിൽ ഞാൻ ഹംദനെ സ്കൂളിൽ കൊണ്ടുവിടാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ടായിട്ട് പോകുന്നില്ല. ഞാനൊരു മെറ്റീരിയൽ എടുത്തിട്ട് കാണിച്ചു തന്നിട്ടില്ല, എടുത്തെന്ന് പറഞ്ഞിട്ടില്ലേ. അപ്പോൾ അത് ഹംദക്കാണ് അടിക്കുന്നത്, സ്റ്റിച്ച് ചെയ്യാനുള്ള. അപ്പോൾ സ്കൂളിലുള്ള ദിവസമായതുകൊണ്ട് ഒന്നും നടക്കൂല. അങ്ങനെ രാവിലെ തന്നെ ഞാൻ ഇറങ്ങിയിട്ടുണ്ട്. സ്കൂളിൻ്റെ തൊട്ടടുത്താണ്. അപ്പോൾ അവിടെ പോയി അളവെല്ലാം എടുത്ത് കൊടുത്തിട്ട് സ്കൂളിലേക്ക് കൊണ്ടുവിടാമെന്ന് വിചാരിച്ച്. അങ്ങനെ അവിടുത്തെ വീഡിയോസൊന്നും ഞാൻ കൂടുതലായിട്ട് എടുത്തിട്ടില്ല കേട്ടോ. അങ്ങനെ അവളെ കൊണ്ടുവിട്ട് അളവെല്ലാം എടുത്ത് തിരിച്ച് വീട്ടിലേക്ക് വന്ന് ഏകദേശം താഴെല്ലാം പണിയെല്ലാം ഒരുങ്ങിയിട്ടുണ്ട്. പിന്നെ എനിക്ക് മുകളിൽ ചെറിയൊരു പണിയുണ്ട്. റൂം വീണ്ടും അലങ്കോലമായിട്ട് കിടക്കുന്നുണ്ട്. ഇതിനാണ് ഇവിടെ ഇങ്ങനെ ഉപയോഗിക്കാതെ ഇടുന്നതുകൊണ്ടാണ് കേട്ടോ. ഓരോ പെട്ടെന്ന് ആവശ്യത്തിനെല്ലാം പുറത്ത് പോവുക അങ്ങനെയെല്ലാം ആയിട്ട് ഇവിടെ ബെഡിലെപ്പോഴും സാധനങ്ങളാണ് ഉണ്ടാകുക. അപ്പോൾ അതെല്ലാം ഒന്ന് ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. ഇവിടെ ഞാൻ തന്നെയാണ് കേട്ടോ ഇങ്ങനെ ആക്കിയിടുന്നത്. ഓരോ ആവശ്യത്തിനായിട്ട് പുറത്ത് പോകുമ്പോൾ വന്നു കഴിഞ്ഞാലും എല്ലാം ഇങ്ങനെ ബെഡിൽ സാധനമായിട്ട് ഇടുക ചെയ്യുക. പിന്നെ ഇവിടെ ഉപയോഗിക്കാത്തതുകൊണ്ട് എല്ലാ ദിവസവും വന്ന് ക്ലീൻ ചെയ്യാനൊന്നും നിൽക്കില്ല. എപ്പോഴെങ്കിലും വന്നിട്ട് ഒന്നിച്ചൊരുക്കാമെന്ന് വിചാരിക്കും. അങ്ങനെയാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ലൂണക്ക് സുഖമില്ലാണ്ടായതും ഹോസ്പിറ്റലിൽ പോയതെല്ലാം പറഞ്ഞില്ലേ. അവിടെ 3 ആഴ്ച ഇഞ്ചക്ഷൻ വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബാക്കിയാണ് കേട്ടോ ഇത്. ഇനി ബാക്കി 2 ആഴ്ചയും കൂടി ബാക്കിയുണ്ട്. ഏകദേശം ഒരാഴ്ചയായി പോയിട്ട്. പിന്നെ അതിന് കൊണ്ടുകൊണ്ട് ടൈം ആയിട്ടുണ്ട്. ഞാൻ മെറ്റീരിയൽ വാങ്ങാൻ പോകുമ്പോഴുള്ള വീഡിയോല്ലോ എടുക്കണമെന്നെല്ലാം വിചാരിച്ചിരുന്നു കേട്ടോ. പക്ഷേ എന്താണെന്നറിയില്ല, തിരക്കിലായിപ്പോയി. ചില സമയത്തില്ലേ ഞാൻ ഓരോ വീഡിയോസിൽ എടുക്കാൻ അങ്ങ് വിട്ടു മറന്നു. റുഫൈസ് ഉണ്ടെങ്കിൽ ഓളാന്ന് കേട്ടോ കൂടുതലായിട്ടുള്ള വീഡിയോ എടുക്കൽ. ഞാനധികം മറന്നു പോകാന്ന്. അന്ന് പിന്നെ ഓൾക്ക് സാധനം വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ തിരക്കിലായി ഞാൻ
എൻ്റെ ഓരോ തിരക്കിലായിട്ട് അങ്ങനെ അങ്ങ് പോയതാണ് കേട്ടോ. പിന്നെ ഏഹ്, പെട്ടെന്ന് പെട്ടെന്നെല്ലാം കഴിഞ്ഞ് നേരെ ഒന്ന് വീട്ടിലെത്തിയാൽ മതിയേനു എന്നേനു കേട്ടോ. നല്ല ചൂടും അല്ലേനു, ഒരു വല്ലാത്തൊരു കാലാവസ്ഥയേനു അന്ന്. അങ്ങനെയെല്ലാം ആയിപ്പോയണ്ടാന്ന്. അങ്ങനെ ഇതാ റൂമെല്ലാം ഏകദേശം ക്ലീൻ ആയിട്ടുണ്ട്. ഇനി ഞാനൊന്ന് അടിച്ച് വാരി വൃത്തിയാക്കലാന്ന് കേട്ടോ. ഇതിങ്ങനെ ചെയ്തിട്ടും വലിയ കാര്യമൊന്നുമില്ല. 1, 2 ദിവസം കൊണ്ട് പഴയ രീതിയിൽ തന്നെ ആവും. ഉം, പക്ഷെ ഇതിങ്ങനെ ക്ലീൻ ആയിട്ട് കാണാനില്ലേ ഒരു വേറെ തന്നെ രസമാണ് കേട്ടോ. ഇനി ഞാൻ പിന്നെ വിചാരിക്കും ഇനി ഇതുപോലെ തന്നെ നീറ്റായിട്ട് അങ്ങ് കൊണ്ടുപോകണം. പക്ഷെ നടക്കുന്ന കാര്യമല്ല. പെട്ടെന്ന് പിന്നെ എവിടെയെങ്കിലും പോകേണ്ട പരിപാടിയിലോ ആ തിരക്കിലല്ലോ എല്ലാം ഞാൻ ബെഡിൽ തന്നെയാണ് കേട്ടോ ഇടുക. എൻ്റെ തെറ്റ് തന്നെയാണ്. ഞാൻ എന്തെങ്കിലും ഒരു പണിയെടുക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടല്ലോ, പിന്നെ അങ്ങനെ ഫോണൊന്നും നോക്കി വെക്കില്ല. പെട്ടെന്ന് പെട്ടെന്ന് അതൊന്ന് കഴിഞ്ഞിട്ട് ഒന്ന് കുളിച്ച് ഫ്രഷായിട്ട് സമാധാനത്തോടെ ഫോൺ നോക്കുക. അങ്ങനെയെല്ലാം ആയതുകൊണ്ട് ഞാൻ ഈ വീഡിയോ എടുക്കാനും അങ്ങനെ കൂടുതലായിട്ട് നിൽക്കില്ല. നമ്മൾ വീഡിയോ എടുക്കുന്നതിന് നല്ല ലേറ്റ് ആവും, ടൈം എടുക്കും നല്ലപോലെ. അപ്പോൾ ഞാൻ എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ഒരുക്കി അങ്ങ് കൊണ്ടുപോകേണ്ടിയിട്ട് ഞാൻ ചെറിയ ചെറിയ ഭാഗങ്ങൾ മാത്രമായിട്ടാണ് വീഡിയോസായിട്ട് എടുക്കുകയുള്ളൂ. പിന്നെ കുളിയെല്ലാം കഴിഞ്ഞ് ഫ്രഷായിട്ട് ഞാൻ ഫുഡ് കഴിക്കലാന്ന് കേട്ടോ. ഉച്ചക്ക് ചോറ് കഴിക്കലാന്ന്. ചോറിന് കാര്യമായിട്ട് കുറേ ഐറ്റംസ് ഒന്നും ഉണ്ടാക്കലില്ല. എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ ചോറ് വേണ്ടാന്നേ പറയുള്ളൂ. പിന്നെ എന്തെങ്കിലും രാവിലത്തെ നാസ്ത എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അത് കഴിക്കാമെന്ന് പറയും. അല്ലെങ്കിൽ പിന്നെ ഹംദ ഉണ്ടെങ്കിൽ എന്തെങ്കിലും കുറേ വെറൈറ്റി ഐറ്റംസ് എല്ലാം ഉണ്ടാക്കും കേട്ടോ. ആക്കലേ ഇല്ലയെന്നല്ല, എപ്പോഴെങ്കിലെല്ലാം നല്ലപോലെ കുറേ ഐറ്റംസ് എല്ലാം ഉണ്ടാക്കലുണ്ട്. പക്ഷേ ചില സമയത്ത് നമുക്ക് കഴിക്കാൻ തോന്നില്ലല്ലോ. ലേറ്റായിട്ട് നാസ്ത കഴിച്ചാൽ ചോറ് വേണം നിർബന്ധം ഉണ്ടാവില്ല. ഇന്ന് ചോറിന് പരിപ്പും അച്ചാറും മീൻ പൊരിച്ചതുമാണ് കേട്ടോ ഉള്ളത്. എനിക്ക് പരിപ്പ് കറി ഭയങ്കര ഇഷ്ടമാണ്. അത് നെയ്ച്ചോറിൻ്റെ കൂടെ ആയാലും ഒറോട്ടീൻ്റെ കൂടെ ആയാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പരിപ്പ് കറി. അങ്ങനെ അതൊക്കെ കൂട്ടിയിട്ട് ഫുഡ് കഴിക്കലാന്ന്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അല്ലൂണിക്ക് സിപ്പപ്പ് കൊടുക്കാൻ പോവാന്ന്. ഞാൻ ഈ വീഡിയോ ഇങ്ങനെ ആക്കിയെന്താന്ന് വെച്ചാൽ അവൻ്റെ ഹെയർ പോയതല്ലേ, അപ്പോൾ അതങ്ങനെ കാണിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. പിന്നെ എനിക്ക് ഈ സിപ്പപ്പ് കണ്ടാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ സംഭവം നമ്മളിങ്ങനെ കയ്യിലെടുക്കുമ്പോൾ തന്നെ ഓടി വരും കഴിക്കാനായിട്ട്. വേറെ ഒന്നും കഴിക്കാത്തതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ 2 നേരമായിട്ട് ഇത് കൊടുക്കലുണ്ട്. ഇൻഷാ അള്ളാ ഇനി ഇവൻ്റെ എല്ലാം മാറി ഒന്ന് റെഡി ആയാൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഇവനിക്കിപ്പോൾ ഇപ്പോൾ എന്നല്ല, ആദ്യമേ നല്ല മടിയായി ഓടാനും ചാടാനല്ലോ. അങ്ങനെ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നിലത്തിറക്കിയിട്ട് ഇങ്ങനെ നിൽപ്പിച്ചിട്ട് ഇങ്ങനെ കൊടുക്കൂലേ, അങ്ങനെ കൊടുക്കുന്നത് കേട്ടോ. അല്ലാണ്ട് ശരിയാവില്ല. അവൻ ഒരേ ഉറക്കമാണ്. രാവിലെ ഹംദ പോകുമ്പോൾ ഉറങ്ങിയാൽ പിന്നെ വൈകിട്ട് വരുമ്പോൾ എണീക്കുക. അവരെ ഫുഡൊന്നും കഴിക്കൂല, ഒറ്റ ഉറക്കമാണ്. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും കാണിച്ചാൽ പെട്ടെന്ന് ഓടി വരും. എന്നിട്ട് ഇങ്ങനെ നിർത്തിച്ചിട്ട് ഇങ്ങനെ കൊടുക്കലാന്ന്. പിന്നെ കുറച്ച് കഴിയുമ്പോൾ തന്നെ ഹംദ വന്ന് പിന്നെ ഓളെ ഓരോ കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് അങ്ങനെ അങ്ങ് പോവുക ചെയ്തിന്. പിന്നെ ഞാൻ വീഡിയോസൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗ് ഇത്രയൊക്കെ തന്നെയുള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ഇടുക. പുതിയ വ്യൂവേഴ്സാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അള്ളാ നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. നല്ല നല്ല വ്ളോഗുകളായിട്ട് വരാം. അപ്പോൾ താങ്ക് യു, ബൈ.